നമസ്കാരം, ഞാൻ ആരതി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്, ഇൻ അസോസിയേഷൻ വിത്ത് ഹൈശ്രീ മാട്രസസ്. ലഹരി നുണയാൻ കേരളം. നിയമതടസ്സങ്ങളില്ലാത്ത ബാറുകൾക്ക് പ്രവർത്തനാനുമതി നൽകുന്ന സർക്കാരിന്റെ മദ്യനയത്തിന് LDF യോഗത്തിൽ അംഗീകാരം. നിയമക്കുരുക്കിൽപ്പെടാത്ത 3 സ്റ്റാർ 4 സ്റ്റാർ ബാറുകൾക്ക് ലൈസൻസ് അനുവദിച്ചേക്കും. 2 സ്റ്റാർ പദവിയുള്ള ഹോട്ടലുകൾക്ക് ബിയർ വൈൻ പാർലറുകൾ തുടങ്ങാമെന്നും നയത്തിൽ വ്യവസ്ഥ. ടൂറിസം മേഖലയ്ക്ക് പ്രത്യേക പരിഗണന നൽകുന്ന മദ്യനയത്തിൽ പഞ്ചനക്ഷത്ര ബാറുകൾ വഴി കള്ള് വിതരണം ചെയ്യാൻ ധാരണ. LDF അംഗീകരിച്ച നയത്തിൽ അന്തിമ പ്രഖ്യാപനം വൈകിട്ട് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷമെന്ന് സൂചന. അതിനിടെ ബാർ ലൈസൻസ് വിഷയത്തിൽ ഹൈക്കോടതിക്കെതിരെ വിമർശനവുമായി VM സുധീരൻ. ബിയർ വൈൻ പാർലറുകൾക്ക് അനുമതി നൽകിയ ഹൈക്കോടതി ഉത്തരവിൽ പാളിച്ചകളുണ്ടായി. വിധി പ്രസ്താവിച്ചത് ബാറുടമകൾ ഹാജരാക്കിയ തെറ്റായ വിജ്ഞാപനം കൃത്യമായി മനസ്സിലാക്കാതെയെന്നും ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്നും സുധീരൻ. കശാപ്പിൽ പ്രമേയം പാസാക്കി. കശാപ്പ് നിയന്ത്രണം സംബന്ധിച്ച കേന്ദ്ര വിജ്ഞാപനത്തിനെതിരെ പ്രമേയം പാസാക്കി നിയമസഭ. കേന്ദ്ര നടപടി ചോദ്യം ചെയ്ത് മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം പാസാക്കിയത് വോട്ടെടുപ്പില്ലാതെ. കശാപ്പ് നിയന്ത്രണം സംസ്ഥാന അധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമെന്നും തീരുമാനം വിലക്കയറ്റത്തിനിടയാക്കുമെന്നും പിണറായി വിജയൻ. കേന്ദ്ര വിജ്ഞാപനം ശുദ്ധ തട്ടിപ്പെന്ന് VS. ഡാർവിനെ വെല്ലുന്ന സിദ്ധാന്തത്തിനെതിരെ സംസ്ഥാനം നിയമനിർമ്മാണം നടത്തണം. വിപണിയിലും വർഗീയത കലത്തുകയാണ് കേന്ദ്രം ചെയ്യുന്നത്. സഹകരണ സംഘങ്ങൾക്ക് കാലിച്ചന്തയും കശാപ്പും തുടങ്ങാനാകുമോ എന്ന് പരിശോധിക്കണമെന്നും VS. കേന്ദ്ര വിജ്ഞാപനത്തിന്റെ പേരിൽ സർക്കാരും പ്രതിപക്ഷവും സംയുക്തമായി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നുവെന്ന് O രാജഗോപാൽ. സർക്കാർ നിയമസഭയെ ദുരുപയോഗം ചെയ്യുന്നു. കശാപ്പ് നിയന്ത്രണത്തെ നിരോധനമെന്ന തരത്തിൽ വ്യാജ പ്രചരണം നടത്തുന്നുവെന്നും കേന്ദ്ര വിജ്ഞാപനം കാലികർഷകരെ സഹായിക്കാനെന്നും O രാജഗോപാൽ. കയ്യേറ്റത്തിൽ പ്രതിഷേധം കടുപ്പിച്ച്. യെച്ചൂരിക്ക് നേരെയുള്ള സംഘപരിവാർ കയ്യേറ്റ ശ്രമത്തിൽ വ്യാപക പ്രതിഷേധം. സംഭവത്തെ അപലപിച്ച് കോൺഗ്രസ് ഉൾപ്പെടെ രാഷ്ട്രീയ കക്ഷികൾ. പ്രതിഷേധ സൂചകമായി എല്ലാ ജില്ലകളിലും CPM പ്രകടനങ്ങളും പൊതുയോഗങ്ങളും. അതിനിടെ തലസ്ഥാനത്ത് BJP ഓഫീസിന് നേരെ രാത്രിയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരത്ത് ഹർത്താൽ തുടരുന്നു. രാജ്യത്തുള്ളത് ജനങ്ങളുടെ സുരക്ഷ അവനവൻ തന്നെ ഉറപ്പാക്കേണ്ട സ്ഥിതിയെന്ന് സീതാറാം യെച്ചൂരി. തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചവർക്കെതിരെ നിസാര കുറ്റം ചുമത്തിയതിൽ ആശ്ചര്യമില്ല. ഡൽഹി പോലീസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെന്നും നടപടിയിൽ നിന്നും കാര്യങ്ങൾ വ്യക്തമെന്നും യെച്ചൂരി. വിഷയത്തിൽ കടുത്ത എതിർപ്പറിയിച്ച് സംസ്ഥാന നേതാക്കൾ. ഡൽഹി സംഭവം ജനാധിപത്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി. സംഘപരിവാർ തീക്കൊള്ളി കൊണ്ട് തലച്ചൊറിയുകയാണെന്ന് VS-ഉം സംഭവം അസഹിഷ്ണുതയുടെ ഭാഗമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും. ഉപരോധത്തിൽ ഉപായം തേടി. ഖത്തർ ഉപരോധം അയവില്ലാതെ തുടരവേ സമവായ നീക്കവുമായി ഇസ്ലാമിക രാഷ്ട്രങ്ങൾ. നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാൻ അടിയന്തര GCC ചേരാൻ തീരുമാനം. തുർക്കി പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കരവ്യോമ ജലഗതാഗതങ്ങൾ പുനഃസ്ഥാപിക്കാൻ ധാരണയാകുമെന്ന് സൂചന. പെരുന്നാളിന് മുൻപ് പ്രശ്നപരിഹാരത്തിന് തിരക്കിട്ട നീക്കങ്ങൾ. വിഷയത്തിലിടപെട്ട് അമേരിക്കയും. പ്രതിസന്ധി പരിഹരിക്കാൻ അബുദാബി കിരീടാവകാശിയുമായി ഡൊണാൾഡ് ട്രംപിന്റെ ടെലിഫോൺ ചർച്ച. ഗൾഫ് ഐക്യത്തിനായി ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കിടയിലും തിരക്കിട്ട നീക്കങ്ങൾ. UAE-യുമായും ഖത്തറുമായും കുവൈറ്റ് അമീറിന്റെ കൂടിക്കാഴ്ച. വിഷയത്തിൽ എല്ലാ രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും അമീർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്, ഇൻ അസോസിയേഷൻ വിത്ത് ഹൈശ്രീ മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.